ചികിത്സയിൽ രോഗശാന്തി ലഭിച്ചവർ ഒട്ടേറെ. കൂടുതൽ വിവരങ്ങൾക്ക് ഡോക്ടർ നേരിൽ കാണുക. വെള്ളിയാഴ്ച അവധി. ഡോക്ടർ എം.എ. ഹമീദ് ഹാജി, DAM DAC, ദാറുഷിഫ, RTV, കോട്ടക്കൽ, മലപ്പുറം ജില്ല. ഫോൺ 0483274271 32999430 9447443715. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا يسخر قوم من قوم، لا يسخر قوم من قوم عسى أن يكونوا خيرا منهم، عسى أن يكونوا خيرا منهم، ولا نساء من نساء عسى أن يكن خيرا منهن، ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان، ومن لم يتب فأولئك هم الظالمون. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم، ولا تجسسوا ولا يغتب بعضكم بعضا، أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه، واتقوا الله إن الله تواب رحيم.
صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ومن هو الآية الكبرى لمعتبري ومن هو النعمة العظمى لمغتنمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وعلى أمة سيدنا ومولانا മുഹമ്മദ്. വേദിയിലിരിക്കുന്ന ഞാനിപ്പോൾ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റിക്കാട്ടൂർ IMIC ദഅ്വാ കോളേജിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ASK തങ്ങൾ വെട്ടിച്ചിറ, മറ്റു ഇസ്സത്തിൻ്റെ ഗുണകാംക്ഷികളും ഉസ്താദുമാരും ഈ പരിപാടിയുടെ സംഘാടകരുമായ പ്രമുഖ വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന 4 ദിവസമായി തുടരെ ഇവിടെ വന്ന് എല്ലാ സൗകര്യങ്ങളും മാറ്റിവെച്ച് ഈ വേദി പ്രഫുല്ലമാക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ ഈ വേദി സമാപിക്കാൻ പോവുകയാണ്. അനേകം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇനിയും ബാക്കി നിൽക്കുകയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ആയതുകൊണ്ട് തന്നെ ഇനി ഇന്നും നാളെയും കൂടെ നമുക്ക് അവസരമുള്ളൂ എന്ന് കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെയൊക്കെ ചെയ്തതുപോലെ ആമുഖ ഭാഷണത്തിന് ഒരു സ്ഥാനവും കാണാതെ എത്രയും പെട്ടെന്ന് പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ മുമ്പ് ഈ മുന്നിൽ കുറച്ച് കസേര ഒഴിഞ്ഞിരിക്കുമ്പോൾ ബാക്കിൽ ആളുകൾ സീറ്റ് കിട്ടാതെ നിൽക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ വേദി ഈ 4 ദിവസവും വളരെ സന്തോഷകരമായ രൂപത്തിൽ നമ്മുടെ കണ്ണും മനസ്സുമൊക്കെ കുളിർപ്പിക്കുന്ന രൂപത്തിൽ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ടാക്കിയ ഒരു വേദിയായിരിക്കും. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിലെ നാം അറിഞ്ഞിരിക്കേണ്ട, നാം പഠിച്ചിരിക്കേണ്ട, സാമൂഹ്യ ജീവിയായി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ തലത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ധാരാളം പാഠങ്ങൾ എണ്ണി എണ്ണി പറയുന്ന അള്ളാഹുവിനോട് എങ്ങനെ ഒരു വിശ്വാസി സമീപിക്കണമെന്നും റസൂലുള്ളാഹിയോടുള്ള സമീപനം എന്തായിരിക്കണമെന്നും മൂമിനീങ്ങളോടുള്ള സമീപനം എന്തായിരിക്കണമെന്നും അത് 3 തരത്തിലുള്ള കേസും അങ്ങനെ 3ഉം 2ഉം 5 വിഷയങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് ആ ടൈറ്റലിൽ അഭിസംബോധനം ചെയ്തുകൊണ്ട് വിശ്വാസികളോട് പറഞ്ഞപ്പോൾ ഏറ്റവും അവസാനമായിട്ട് യാ അയ്യുഹന്നാസും വിട്ടുപോകാൻ പറ്റില്ലല്ലോ. 5 യാ അയ്യുഹല്ലദീന ആമനു, ഒരു യാ അയ്യുഹന്നാസും. ഇതാണ് സൂറത്തുൽ ഹുജറാത്തിലുള്ളത്. വിശ്വസിച്ചവരെന്നോ വിശ്വസിക്കാത്തവരെന്നോ കണക്കൊന്നുമില്ല, എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു നിർദ്ദേശം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുന്നു. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ കേൾക്കാം. പക്ഷേ നമ്മൾ ഈ 3 ദിവസം ചർച്ച ചെയ്തത്, ഒന്നാമത്തെ ദിവസം യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വ റസൂലി, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വിശ്വാസികളെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യരുത്
എന്ന് പറഞ്ഞ ആയത്തിലൂടെ പരിചയപ്പെട്ടത് അല്ലാഹു റസൂലുള്ളാഹിയെ അവിടെ പരാമർശിക്കാൻ കാരണം അള്ളാഹുവിന്റെ നിയമാവലി നമുക്ക് പറഞ്ഞു തരുന്നത് മുഹമ്മദ് മുസ്തഫയാണെന്ന നിലക്കാണ്. അതന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിനോട് നാം കാണിക്കേണ്ട സമീപനം എന്താണ് എന്ന് പ്രഥമ ദിവസം നാം ചർച്ച ചെയ്തു. രണ്ടാമത്തെ ദിവസം യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാണിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ആ യാ അയ്യുഹല്ലദീന ആമനു തൊട്ട് ആരംഭിച്ച ഏതാനും ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു. അത് വിശാലമായ രൂപത്തിൽ നാം ചർച്ചയും ചെയ്തു. ഇന്നലെ നമ്മൾ ചെയ്തത് സമൂഹം, മുസ്ലിം ഉമ്മത്ത്, നിങ്ങൾ ഐക്യത്തോടെയും ഒരുമയോടെയും കെട്ടുറപ്പോടെയും നിന്ന് മുന്നോട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായിക്കൂടാ. ഭിന്നിപ്പിന്റെ, എതിർപ്പിന്റെ, വിഘടനത്തിന്റെ വിഷവിത്തുകൾ നിങ്ങൾക്കിടയിൽ വീഴാൻ പാടില്ല. അത് വീഴ്ത്തുന്നത് ഐക്യത്തിന്റെയും ഒരുമയുടെയും വിരോധികളായ ദുർമാർഗികളാണ്. ആ ദുർമാർഗികൾ രണ്ടാളെ തമ്മിലടിപ്പിക്കാൻ, രണ്ട് പ്രസ്ഥാനങ്ങളെ തമ്മിലടിപ്പിക്കാൻ, രണ്ട് ഗ്രൂപ്പുകളെ തമ്മിലടിപ്പിക്കാൻ പലതരത്തിലുള്ള കളവുകളുമായി പത്രങ്ങളിലൂടെ മറ്റു വാർത്താ മീഡിയകളിലൂടെ വരും, നമ്മെ സമീപിക്കും. അപ്പോൾ ആ ഫുസാഖീങ്ങളോട്, ആ ഫാസിഖീങ്ങളോട്, ദുർമാർഗികളോട് നാം പാലിക്കേണ്ട മര്യാദ എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ എന്ന് പറഞ്ഞ ആയത്തിലൂടെ ആ കാര്യവും നമ്മൾ ചർച്ച ചെയ്തു. അഥവാ അപ്രതീക്ഷിതമായി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പും എതിർപ്പും വന്നു പോയാൽ ഉടനെ നിങ്ങൾ മസ്ലഹത്തുണ്ടാക്കാൻ ഇറങ്ങണമെന്നും, മസ്ലഹത്തിന് ആരാണോ എതിര്, ഐക്യത്തിന് ആരാണോ എതിര്, അവരോട് നിങ്ങൾ മുസ്ലിമീങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് സന്ധിയില്ലാ സമരം തുടരണമെന്നും. ഇതൊക്കെയാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം. അത് നമ്മുടെ നാട്ടിൽ രണ്ട് അയൽക്കാർ തമ്മിൽ, രണ്ട് കൂട്ടുകാർ തമ്മിൽ, ജേഷ്ഠാനുജന്മാർ ആരായാലും പിണങ്ങി നിന്നാൽ അവിടെ മസ്ലഹത്തുമായി ഓടിയെത്തണം മൂന്നാമത്തെ ഒരു മധ്യസ്ഥൻ എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചത്. ആ മധ്യസ്ഥന്മാർക്കുള്ള കൂലിയും നമ്മൾ പറഞ്ഞു. വിശ്വാസികൾക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാത്ത ഒരു വീക്ക്നെസ്സാണ് യഥാർത്ഥത്തിൽ കള്ളം പറയുക എന്നത്. എന്നാൽ മസ്ലഹത്തിനു വേണ്ടി ഒരു വിശ്വാസിക്ക് കള്ളം പറയാം, അവൻ കള്ളം പറഞ്ഞവനല്ല. ബുഖാരിയുടെ ഹദീസ് നാം ഇന്നലെ വായിച്ചു. എല്ലാം ഓർക്കുക. ഇന്ന് നാം കടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിത്തന്നുകൊണ്ട് മുസ്ലിം ഉമ്മത്തില് ഒരിക്കലും ഭിന്നിപ്പുണ്ടാവാൻ പാടില്ലെന്നും എതിർപ്പുണ്ടാവാൻ പാടില്ലെന്നും പഠിപ്പിച്ചു. എന്നിട്ട് ആ ഭിന്നിപ്പും എതിർപ്പും ഉണ്ടാകുന്ന മുഴുവൻ മാർഗങ്ങളെയും, മുഴുവൻ വാതിലുകളെയും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊട്ടിയടക്കുകയാണ്. ഇതാണ് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നത്. എവിടെയാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്? ഇന്ന് നാം ചർച്ച ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ഭിന്നിപ്പും എതിർപ്പും വിഘടനവാദവും ഇതൊക്കെ രൂക്ഷമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ആരാണ്? ഒരു വിഭാഗം സ്റ്റേജ് കെട്ടുന്നു, മറുവിഭാഗം സ്റ്റേജ് കെട്ടുന്നു. ഇത് ഞാൻ പറയുന്നത് എവിടെയോ ഒരു തരത്തിൽ മാത്രമല്ല, മതരംഗത്തു മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തു മാത്രമല്ല, എവിടെയും ബാധകമാണ്. അല്ല, നമ്മുടെ നാട്ടിലെ പ്രാദേശിക ലെവലിൽ പോലുമുള്ള പ്രശ്നങ്ങള് മൂർച്ഛിക്കുന്നത് എവിടെയാണ്? പരസ്പരം ഭിന്നത വന്നു കഴിഞ്ഞാൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പാകം കിട്ടുമ്പോഴൊക്കെ, തക്കം കിട്ടുമ്പോഴൊക്കെ പരിഹസിക്കുന്നു എന്നതാണ് അതിന്റെ പ്രധാന കാരണം. പരിഹാസമാണ് അകന്ന കൽബുകളെ അടുക്കുന്നത് തടയുന്ന ഏറ്റവും വലിയ ഘടകമെങ്കിൽ ആ പരിഹാസം അത് വേരോടെ മുറിച്ചെറിയുകയാണ് വിശുദ്ധ ഖുർആൻ. ഓ വിശ്വാസികളെ, നിങ്ങൾ ആരെയും പരിഹസിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്ന് പല വഅദിന്റെ മജ്ലിസുകളും, ഇന്ന് പല പ്രസംഗവേദികളും, ഇന്ന് നടക്കുന്ന പല നസീഹത്ത് വേദികളും അങ്ങോട്ടൊക്കെ സലഫു സാലിഹീങ്ങൾ കടന്നു വരികയാണെങ്കിൽ ലഖറജൂ മിൻ സഅതിഹിം, ആ നിമിഷം തന്നെ അവരാ വേദി വിട്ടിറങ്ങിപ്പോയിട്ടുണ്ടാകും. കാരണം അത്തരത്തിലുള്ള തെറിപൂരങ്ങളാണ് അവിടെ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പോലും ഓതിയിട്ട് വലിയ വലിയ പണ്ഡിതന്മാരെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്, സയ്യിദുമാരെ താറടിക്കുകയാണ്.
ഇത്തരം വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് പൊറുപ്പിച്ചു നിൽക്കാൻ സലഫുസാലിഹീങ്ങൾക്ക് കഴിയില്ല എന്ന് മിനിയാന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇസ്മായിലുൽ ഹഖിയുടെ ഒരു ഉദ്ധരണി ഞാൻ വായിച്ചിരുന്നു. ഇന്ന് നമ്മൾ വരുന്നത് നേരിട്ട് അല്ലാഹു പറയുന്നു, വിശ്വാസികളെ നിങ്ങൾ പരിഹസിക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഈമാനുള്ള മക്കളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കാൻ പാടില്ല. ഒരു കമ്മ്യൂണിറ്റി മറ്റൊരു കമ്മ്യൂണിറ്റിയെ കൊച്ചാക്കാൻ പാടില്ല. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. എന്തേ കാരണം? അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ഈ പരിഹസിക്കപ്പെടുന്നവരൊരു പക്ഷേ പരിഹസിക്കുന്നവരെക്കാൾ എത്രയോ ഉത്തമരായിരിക്കാം. ആരാണ്? സുബഹി നിസ്കരിച്ച് വന്നിരുന്ന്, സുബഹി നിസ്കരിച്ച് കടയിൽ വന്നിരുന്ന്, അല്ലെങ്കിൽ ഒരു പക്ഷേ സുബഹി പോലും നിസ്കരിക്കാതെ കടയിൽ വന്നിരുന്ന് വലിയ വലിയ ആളുകളെ പരിഹസിക്കുന്നതാരാണ്? വളരെ അദ്ദേഹത്തെ അപേക്ഷിച്ച്, ഈ പരിഹസിക്കപ്പെടുന്ന ആളെ അപേക്ഷിച്ച് വളരെ താഴ്ന്നയാളാണ് ഇത്തരം വേണ്ടാത്തരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ ആ സംഗതി വളരെ യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. വലിയ വലിയ പണ്ഡിതന്മാരെ, വലിയ വലിയ സാദാത്യങ്ങളെയൊക്കെ തെറി പറയുന്ന സമയത്ത് പറയുന്നവന്റെ യോഗ്യത പലപ്പോഴും പരിശോധിക്കാറില്ല. അത് നമുക്കൊക്കെ ബോധ്യപ്പെടും. പക്ഷേ ഖുർആനി പറഞ്ഞത് ഒരു പൊതു നിയമമാണ്. ഖുർആനി പറഞ്ഞത് ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരൊറ്റ ജനതയും മറ്റൊരു ജനതയെ പരിഹസിക്കാൻ പാടില്ല. ഒരു കൗമും വേറെ ഒരു കൗമിനെ പരിഹസിക്കാൻ പാടില്ല. കൊടിയുടെ നിറം നോക്കി, പാർട്ടിയുടെ ഭിന്നിപ്പ് നോക്കി ഒരിക്കലും ആരുമാരെയും പരിഹസിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നിറത്തിന്റെ പേരില്, ഭാഷയുടെ പേരില്, ദേശത്തിന്റെ പേരില് എവിടെയും പരിഹാസമരുത്. വിശുദ്ധ ഖുർആൻ ശക്തമായ ഭാഷയിൽ പറയുന്നു. അതാ നാട്ടിലെ വലിയ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതനോടടക്കം ഖുർആൻ പറയുന്നു സമൂഹത്തിൽ ഏറ്റവും താന്നവനാണെന്ന് മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കുന്ന, താണ ജോലിയെടുക്കുന്ന ഒരാളെപ്പോലും ആ പണ്ഡിതൻ വേദിയിൽ വെച്ച് പരിഹസിക്കാൻ പാടില്ല. മുഖാമുഖം അദ്ദേഹത്തെ കാണുമ്പോൾ പരിഹസിക്കാൻ പാടില്ല. ജനങ്ങൾക്കിടയിലിട്ട് പരിഹസിക്കാൻ പാടില്ല. അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. എന്തുകൊണ്ട്? ഒരു പക്ഷേ തെങ്ങുകയറ്റക്കാരനായ ഇദ്ദേഹം ഇയാളെക്കാൾ, ഈ വലിയ പണ്ഡിതനേക്കാൾ എത്രയോ ഖൈറായിരിക്കാം. അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. അല്ല, നേരം വെളുത്താൽ പിക്കാസും കൈക്കോട്ടും എടുത്ത് ജോലിക്ക് പോകുന്ന ആളാണ്. മണ്ണും വളവും കൃഷിയുമായി ബന്ധപ്പെടുന്ന ആളാണ്. കർഷകർക്ക് അല്ലാഹുവിന്റെ ഹബീബ് വലിയ പ്രതിഫലമാ പറഞ്ഞിട്ടുള്ളത്. ഏതാവട്ടെ, ഇൽമുമായി ബന്ധപ്പെടുന്നത് അതിലേറെ പ്രധാനമായ ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആലിമിന് ഒരു കർഷകനെ പരിഹസിക്കാമോ? പറ്റില്ല. വിവരമില്ല ഒരു സാധാരണക്കാരനായ ആ നാട്ടിലെ ഒരു ഉപ്പയെ, ഒരു പണ്ഡിതൻ, ഞാൻ മുദരിസാണെന്ന് കരുതി, ഖാദിയാണെന്ന് കരുതി സാധാരണക്കാരനെ പരിഹസിക്കാൻ പറ്റുമോ? എന്താ തന്തേ നിങ്ങളൊക്കെ പഠിച്ചത് എന്ന് ചോദിച്ച അയാളെ പരിഹസിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും, അവരിവരെക്കാൾ ഉത്തമരായിരിക്കാം. വിശുദ്ധ ഖുർആൻ ഇത്ര ഭംഗിയായിട്ടാ പറയുന്നത്. അവിടെയും ബാധകമാണത്. എന്തുകൊണ്ട്? ഈ വിഷയം നമ്മൾ എവിടെയെടുത്തു പരിശോധിച്ചാലും നമുക്ക് കാണാം ആരാണ് ആരെയാണ് പരിഹസിച്ചത്. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. പള്ളിയിലെ ഖാദിയാരാണ്, അല്ലെങ്കിൽ മുദരിസാണ്. ആ നാട്ടിൽ തീരെ അക്ഷരാഭ്യാസം നേടിയിട്ടില്ലാത്ത, മതപരമായി അക്ഷരാഭ്യാസമില്ലാത്ത ഒരാൾ, അദ്ദേഹം എന്തെങ്കിലും ഒരു വിവരക്കേട് പറഞ്ഞുപോയെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം വിവരമില്ലാത്ത ഒരു കാര്യം, ഇദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ വളരെ സിമ്പിളായ ഒരു കേസ്, എന്താണ് അതിന്റെ മതവിധി എന്ന് ചോദിച്ചു വരുമ്പോ, എന്താ ഒരു മദ്രസയിലും കൂടെ പോയിട്ടില്ലേ എന്ന് ചോദിച്ച അദ്ദേഹത്തെ പരിഹസിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഖുർആൻ പറയുന്നു അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. കാരണം എന്തുകൊണ്ട്? ഈ സാധാരണക്കാരന് വേണമെങ്കിൽ പല ഘട്ടങ്ങളിലും പല പോസ്റ്റുകളിലും ഈ വലിയ പണ്ഡിതനെ തറപറ്റിക്കാൻ കഴിയും. ഉറപ്പല്ലേ? ഈ പണ്ഡിതൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആ പണ്ഡിതൻ വലിയൊരു കുഴിയിൽ വീണു, ഉദാഹരണത്തിൽ. അല്ലെങ്കിൽ തന്റെ മുറ്റത്ത്
കുഞ്ഞുങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു കുഞ്ഞ് മുറ്റത്തുള്ള ആഴമേറിയ കിണറ്റിൽ വീണുപോയി എന്ന് സങ്കല്പിക്കാം. ഇന്നുവരെ അദ്ദേഹം കിണറ്റിലിറങ്ങി പരിചയമില്ല, സങ്കല്പിച്ചോളൂ. എന്നാൽ ഇന്നലെ അദ്ദേഹം പരിഹസിച്ച തൊട്ടടുത്ത അയൽക്കാരനായ അബൂബക്കർക്കയെ വിളിക്കേണ്ടി വരും. അയാൾ ഏതാഴമുള്ള കിണറിലും ഇറങ്ങും. വിളിക്കുമ്പോ ഇന്നലെ പരിഹസിച്ചത് വലിയ കുത്തുവാക്കായി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്നും കിടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിന് പ്രതികാരം വീട്ടും. എന്തേ? കിതാബോധി പഠിച്ചതുകൊണ്ട് കിണറ്റിലിറങ്ങാൻ പറ്റില്ല അല്ലേ? തിരിച്ചു ചോദിക്കും. ഇത് ചോദിക്കാനുള്ള അവസരം നീ കൊടുക്കരുതെന്നാ ഖുർആൻ പറയുന്നത്. അസാ അയ്യകൂനൂ ഖൈറം മിൻഹും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു, പ്രത്യേകിച്ച് പരിഹാസം, അല്പം അറിവുണ്ടെന്നതിൻ്റെ പേരിൽ പരിഹാസം വരുന്ന ഏറ്റവും വലിയൊരു വിഭാഗമാണ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുമ്പം ഉദ്യോഗസ്ഥന്മാരായ സുഹൃത്തുക്കൾ എന്നോട് ഒരിക്കലും തന്നെ വേദനിക്കരുത്, എന്നോട് വിഷമം കാണിക്കരുത്, വിഷമം തോന്നിപ്പോകരുത് ആർക്കും. എന്തുകൊണ്ട്? പലപ്പോഴും ചില ഓഫീസുകളിൽ കയറി ചെല്ലുമ്പോൾ, പല ഓഫീസുകളിലും കയറി ചെല്ലുന്ന സമയത്ത് അക്ഷരാഭ്യാസമില്ലാത്ത ഉപ്പമാര് വരുന്ന് ഈ ഓഫീസ് ഉദ്യോഗസ്ഥനുമായി തന്റെ തസ്തികയുമായി ബന്ധപ്പെടാത്ത ഒരാവശ്യം നിർവഹിക്കാൻ വേണ്ടി തന്റെ മേശപ്പുറത്ത് വരുമ്പോൾ ഇദ്ദേഹം കണ്ണുരുട്ടി ചാടുകയാണ് ഈ പാവപ്പെട്ട ഈ സാധാരണക്കാരനായ ഈ ഉപ്പയോട്. എന്താ 2008 ഇപ്പോഴും സാക്ഷരതയില്ലേ? ഇത് ഞാൻ ശരിയാക്കേണ്ട കേസല്ല, തന്തയെ അങ്ങേപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറഞ്ഞ് പലപ്പോഴും ഓഫീസ് കസേരയിലിരിക്കുന്ന, ഉദ്യോഗ കസേരയിലിരിക്കുന്ന പലരുടെയും കഥ ഇതാണെങ്കിൽ, പ്രത്യേകിച്ച് അലിവെന്താണ് എന്ന് തൊട്ടു തീണ്ടാത്തവരായിരിക്കണം ഇവരെന്ന് ആദ്യം തന്നെ നിയമമുണ്ടോ എന്ന് തോന്നിപ്പോകും. അത്തരത്തിലാണ് ചിലപ്പോൾ പല അധികാരികളുടെയും ഒക്കെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോഴുണ്ടാകുന്ന പ്രതികരണം. അരുത്. അദ്ദേഹത്തിന് പിഴച്ചുപോയെങ്കിൽ അദ്ദേഹത്തിന് തിരുത്തിക്കൊടുക്കണം. ഇതെന്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഞാനുമായി ബന്ധപ്പെട്ട കേസല്ല. നിങ്ങൾ തൊട്ടടുത്ത കസേരയിൽ അതാ അദ്ദേഹത്തിന് അത് കൊണ്ടുപോയി കൊടുക്ക്. അല്ലെങ്കിൽ ഒന്നും കൂടെ അതിന് പവർ കൂടും. അദ്ദേഹം തന്നെ എഴുന്നേറ്റ് ആ രേഖ തൊട്ടടുത്ത ഉദ്യോഗസ്ഥന് കൊണ്ടുപോയി കൊടുക്കുന്നു. ഇതൊന്ന് ശരിയാക്കി കൊടുക്കൂ. ആ ഉപ്പക്ക് എത്ര വലിയ മതിപ്പാണ് ഇദ്ദേഹത്തോട് തോന്നുക. നേരെ മറിച്ച് ഇങ്ങനെ കളിയാക്കാനും പരിഹസിക്കാനുമാണ് ഈ അവസരം ഇദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ തൊട്ടുപിറ്റേന്ന് തന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു അപകടം പറ്റുമ്പോ അദ്ദേഹത്തിന് വിളിക്കാനും അദ്ദേഹത്തിന് ആർത്തു വിളിക്കാനുമുള്ള തൊട്ടടുത്ത കൂട്ടുകാരുടെ ആയിരിക്കും. ഇന്നലെ അദ്ദേഹം ഉദ്യോഗ കസേരയിലിരുന്നപ്പോ എനിക്ക് ഇയാൾ ആവശ്യമുള്ള പല സന്ദർഭങ്ങളും വരുമെന്ന് മറന്നുകൊണ്ട് അദ്ദേഹം പെരുമാറിയത് പലപ്പോഴും അങ്ങനെയായിരിക്കാം. അപകടമാണ്, അരുത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളെക്കാൾ പല കഴിവും മറ്റുള്ളവർക്കുണ്ടാകും. അറിവുള്ളവൻ ആരോഗ്യമുണ്ടാവണമെന്നില്ല, ആരോഗ്യമുള്ളവന്റെ പക്കൽ പണമുണ്ടാവണമെന്നില്ല, പണമുള്ളവന്റെ പക്കൽ ആരോഗ്യമുണ്ടാവണമെന്നില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജനങ്ങളെ സൃഷ്ടിച്ചത് സമാസമന്മാരായിട്ടാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ പലർക്കും, ചില ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്നത് കേവലം 1000 രൂപ വരുമാനമായിരിക്കും. ചിലർക്ക് അല്ലാഹു ലക്ഷക്കണക്കിന് രൂപ നൽകുന്നുണ്ടാകും. പക്ഷേ ഈ ലക്ഷക്കണക്കിന് രൂപ കിട്ടിയിട്ട് കാര്യമില്ല. അല്ലാഹു തആല എപ്പോഴും ഇവന്റെ കൂടെ പരീക്ഷണങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കുകയാണ്. ഏതു സമയത്തും ഇയാൾക്ക് പരീക്ഷണം തന്നെയാണ്. എങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഈ 1000 രൂപ വരുമാനമുള്ളവന് അയാളെ കുഞ്ഞുങ്ങൾക്ക് രോഗമില്ല, വീട്ടിൽ റാഹത്താണ്, സന്തോഷമാണ്, എങ്കിൽ സുന്ദരമായ അയാൾ ജീവിക്കുന്നുമുണ്ടാകും. നേരെ മറിച്ച് മറ്റേയാള് ഇന്ന് ഭാര്യക്ക് കിഡ്നിക്ക് അസുഖമാണ്, കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു, ലക്ഷങ്ങളായി. കൊണ്ടുവരുമ്പോഴേക്ക് വാപ്പക്ക് അത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തുമ്പോഴേക്ക് ഉമ്മക്ക്. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവർക്കും പ്രതിസന്ധികൾ തന്നെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കുറെ തരുന്നതല്ല കഥ, അല്ലാഹു തന്നതിൽ നമുക്ക് ബറക്കത്ത് നൽകുമാറാവട്ടെ. ബറക്കത്തിലാണ് അർത്ഥമുള്ളത്. അല്ലാഹു നമുക്ക് ബറക്കത്ത് ഏറ്റി തരുമാറാവട്ടെ. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞതിന്റെ തത്വം, ധാരാളം ഉദാഹരണങ്ങൾ, ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ പറയാനുണ്ട്. വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞതിന്റെ ആശയം, നിങ്ങൾ കാണാത്ത ഏതോ ഒരു നിലക്ക് ആ ആളെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം, പിണക്കി വെക്കരുത്.
അയാളെ മനസ്സ് മടുപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങളൊരിക്കലും പരിഹസിക്കാൻ പാടില്ല. അതെല്ലാവർക്കും ബാധകമാണ്. തങ്ങളാവട്ടെ, മൂല്യാരാവട്ടെ, ഉദ്യോഗസ്ഥനാവട്ടെ, സാധാരണക്കാരനാവട്ടെ, ആരായാലും മുതലാളിയാവട്ടെ, തൊഴിലാളിയാവട്ടെ, എല്ലാവർക്കും ബാധകമാണ്. തെങ്ങിൽ കയറി തേങ്ങ പറിക്കുന്ന മനുഷ്യനെയാണ് നമ്മൾ പരിഹസിച്ചതെങ്കിൽ അദ്ദേഹം ഒന്ന് മര്യാദക്ക് നമ്മളോട് പകരം വീട്ടണമെന്ന് കരുതിയാൽ അടുത്ത പ്രാവശ്യം തേങ്ങ വലിക്കാനാകുള്ളൂ, അതുണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ അഹങ്കാരമൊക്കെ തീരും. പോയി അദ്ദേഹത്തിന്റെ കാലു പിടിക്കും. ഈ കാലു പിടിക്കേണ്ട ഗതികേട് നിനക്ക് വരാതിരിക്കണോ? നീ ആദ്യം തന്നെ അവനെ പിണക്കണ്ട, സന്തോഷത്തോടെ കഴിഞ്ഞോ. ഇതാണ് ഖുർആൻ പറയുന്നത്. ആരെയും പരിഹസിക്കരുത്. അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും, അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. മുമ്പ് ഒരു കഥ വായിച്ചതോർക്കുന്നു. ഒരു വലിയ പണ്ഡിതൻ, അദ്ദേഹത്തിന് എല്ലാ ഭാഷകളും അറിയാം, എല്ലാ നിലക്കും അയാൾ ഉന്നതനാണ്. അയാൾ ഒരു വള്ളത്തിൽ കയറി, ഒരു തോണിയിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോണിക്കാരനെ ഒന്ന് വരട്ടണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന്റെ ഒരു ഹോബിയാണത്. വിവരമില്ലാത്തവരെ കാണുമ്പോൾ ആരെ കണ്ടാലും ഇയാൾക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കാം. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. വേറുള്ളവരെ കാണുമ്പോൾ ഇയാൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ ഇതും അറിയോ? ഈ കാലത്തൊന്നും അതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങളൊന്നും കാലത്ത് ജീവിക്കേണ്ട ആളല്ല എന്ന് പറയാം. ഇത് മാനസികമായിട്ട് ആ കേൾക്കുന്ന മനുഷ്യൻ വല്ലാതെ ക്ഷീണിച്ചു. ഏത് ജോലിക്കാരനാണെന്ന് കേൾക്കട്ടെ, അതിനെ ഒന്ന് പ്രമോട്ട് ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. ഒന്ന് ഉഷാറാക്കി കൊടുക്കുക. നല്ല പണി, അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഹറാമല്ലാത്ത പണിയാണ് എടുക്കുന്നതെങ്കിൽ ഏതു കേട്ടാലും നമ്മൾ അങ്ങനെയാണ് പറയേണ്ടത്. നേരെ മറിച്ച് പരിഹസിക്കുന്ന ഒരവസ്ഥയുണ്ടാകരുത്. ഈ തോണിക്കാരനെ പരിഹസിക്കണമെന്ന് ഈ പണ്ഡിതന് തോന്നി. പക്ഷെ തോണിക്കാരൻ അതിലും വലിയ വികൃതിക്കാരനായിരുന്നു. ഇയാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയോ? ഇല്ല. മലയാളം നന്നായി അറിയോ? ഇല്ല. ഈ പറയുന്ന മലയാളമൊക്കെ പറയും, അല്ലാതെ നല്ല മലയാളം എന്ന് പറയാൻ എനിക്കറിയില്ല. പണ്ടൊരാളോട് പറഞ്ഞതുപോലെ ഈ സഞ്ചി കൂടെ വരുന്നുണ്ടാവുന്നറില്ലേ ചായ, ഇതേ രൂപത്തിൽ എന്റെ വായിലൂടെ എന്ത് വരുന്നു അതന്നെയാണ് എന്റെ മലയാളം. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ. ശരി, അറബി അറിയോ? ഇല്ല. ഇതൊന്നും അറിയില്ലെങ്കിൽ പിന്നെ എന്താ നിങ്ങൾക്കറിയാം? ഈ തോണി കുത്താൻ തന്നെ അറിയോ? അതെ, ഇത് തന്നെ അറിയൂ. ഇതല്ലാതെ എനിക്കൊരു സംഗതി അറിയില്ല. എന്നാലേ നിങ്ങളെ ജീവിതത്തിന്റെ അർദ്ധഭാഗം നഷ്ടപ്പെട്ടു കേട്ടോ. ഇയാൾ പറഞ്ഞു. അപ്പൊ ഈ തോണിക്കാരനൊരു വാശി, ഇങ്ങനെയൊക്കെ അഹങ്കാരമുള്ളവർ അള്ളാന്റെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ? ഒന്ന് പഠിപ്പിക്കണം, കുറച്ചും കൂടെ മുന്നോട്ട് പോകട്ടെ എന്ന് കരുതി. തോണി കുറച്ചും കൂടെ മുന്നോട്ട് പോയി നിലയില്ല വെള്ളത്തിലെത്തിയപ്പോ ഇദ്ദേഹം തോണിയിൽ നിന്ന് അങ്ങ് ചാടിയിട്ട് തോണി അങ്ങോട്ട് മറിച്ചിട്ടു. അപ്പോഴാണ് പണ്ഡിതന്റെ മുഴുവൻ ധിക്കാരും അമർന്നത്. എന്തേ? ബഹുഭാഷാ പണ്ഡിതനാണ്, സംഗതിയൊക്കെ ശരിയാണ്. ഇദ്ദേഹം താണ് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഇയാൾ വിളിക്കുന്നു, ഓ രക്ഷിക്ക് സുഹൃത്തെ, രക്ഷിക്ക് സുഹൃത്തെ, ഒരുപാട് വിവരമുണ്ടല്ലോ, നീന്തിക്കോ. ഇയാൾ പറഞ്ഞു, ഒരുപാട് വിവരമുണ്ടല്ലോ, നീന്തിക്കോ. നീന്താൻ കഴിയുന്നില്ല. അങ്ങനെ ഈ തോണിക്കാരൻ ഓടിച്ചെന്ന് നീന്തിച്ചെന്ന് അദ്ദേഹത്തെ സമർത്ഥമായി രക്ഷിച്ചതിന്റെ ശേഷം ചോദിച്ചു, അത് ശരി, നീന്താൻ പോലും അറിയാതല്ലേ ആളായിട്ട് അയ്യും കെട്ടിങ്ങനെ നടക്കണത്? എന്നാ ശരി, എനിക്കിതൊക്കെ അറിയാത്തതിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞത് എന്റെ ജീവന്റെ അർദ്ധഭാഗം നഷ്ടപ്പെട്ടു എന്നാ നിങ്ങൾക്കറിയാത്ത ഈ ഒരൊറ്റ കേസിന്റെ പേരിലേ സംഗതി നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടത് അർദ്ധഭാഗമല്ല, മുഴുവനുമാണ്. ഞാൻ ഇപ്പൊ കനിഞ്ഞിട്ടില്ലെങ്കിൽ മുഴുവനും ഇവിടെ നഷ്ടപ്പെടുമായിരുന്നു. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. നിങ്ങൾ പരിഹസിക്കപ്പെടുന്നവർ നിങ്ങളെ വീക്ഷണത്തിൽ എത്ര താണവരായാലും ശരി, പരിഹസിക്കണ്ട കേട്ടോ, അത് അപകടം ചെയ്യും. അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും, അവര് നിങ്ങളെക്കാൾ പല കഴിവുമുള്ളവരായിരിക്കാം. കണ്ടോ, മതപണ്ഡിതൻ ഭൗതിക പണ്ഡിതനെ പരിഹസിച്ചുകൂടാ, ഉപദേശിക്കാം. ഭൗതിക പണ്ഡിതനും മതപണ്ഡിതനെ പരിഹസിക്കാൻ പറ്റില്ല. രണ്ടാളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ള ഘട്ടങ്ങൾ വരും. അതുകൊണ്ട് ചിന്തിക്കുക. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന.
എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് കേട്ടോ. പിന്നെ ഖുർആൻ പറയുന്നു, ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത്, ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെയും പരിഹസിക്കരുത് എന്ന് പറഞ്ഞതിൽ ആണും പെണ്ണും ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഖുർആൻ പ്രത്യേകം പറയാൻ, വലാ നിസാഉം മിൻ നിസാ, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെയും പരിഹസിക്കരുത്. അസാ അയ്റം മിൻഹുൻ, കാരണം പരിഹസിക്കപ്പെടുന്ന ഈ പാവപ്പെട്ട, നിങ്ങളാൽ പരിഹസിക്കപ്പെടുന്ന പാവപ്പെട്ട താത്തമാരില്ലേ, അവര് നിങ്ങളെക്കാൾ ഉത്തമരായിരിക്കാം സഹോദരിമാരെ. അതുകൊണ്ട് പണ്ടമില്ലാത്തതിന്റെ പേരിൽ, സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ, നീളം കുറഞ്ഞു പോയതിന്റെ പേരിൽ, വർണ്ണക്കുറവിന്റെ പേരിൽ ഇവിടെയൊന്നും നിങ്ങൾ ഒരാൾ മറ്റൊരാളെ പരിഹസിക്കുന്ന സ്വഭാവം പാടില്ല. വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. എന്തേ ഈ പെണ്ണുങ്ങളെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം? ഖൗമ എന്ന് പറഞ്ഞതിൽ ആണും പെണ്ണും പെടും. പിന്നെ പെണ്ണിനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം മഹാന്മാർ പറയുന്നു, പെണ്ണിന് ഈ വേല ഒരല്പം കൂടുതലാണ്, അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം. കളിയാക്കുന്നതിൽ പെണ്ണുങ്ങൾ വളരെ മുന്നിലാണ്. ശരിയല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങൾ, ആണുങ്ങൾ എന്ന് പറഞ്ഞ കാര്യമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിലായിരിക്കും പരിഹസിക്കാൻ പാടില്ല. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ, ഇപ്പൊ സൗന്ദര്യത്തിന്റെ പേരിലൊക്കെ കളിയാക്കുന്നവർ, ആണുങ്ങൾക്ക് ആ പരിപാടി ഇല്ലല്ലോ. സൗന്ദര്യത്തിന്റെ പേരിൽ ഒരാൾ സൗന്ദര്യമുണ്ട്, ഒരാൾ സൗന്ദര്യമല്ല, അത് കരുതി സൗന്ദര്യമുള്ളവൻ ഇല്ലാത്തവനെ പരിഹസിക്കുന്ന ചുറ്റുപാടൊന്നും ഉണ്ടാവില്ല. നിറ ഉള്ളവൻ ഇല്ലാത്തവനെ പരിഹസിക്കുന്ന ചുറ്റുപാടുണ്ടാകൂല. നേരെ മറിച്ച് ആ പെണ്ണ് സൗന്ദര്യത്തിന്റെ പേരിലും, നീളം കുറഞ്ഞു പോയതിന്റെ പേരിലും, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച പരിഹസിക്കുന്ന അവസ്ഥയായിരിക്കാം. ബഹുമാനപ്പെട്ട ബീവി ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹാ പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ ആയത്തിറങ്ങുന്നതിന്റെ മുമ്പാണ്. എന്തിനാ ഇത് പറയുന്നത്? സ്വഹാബാ കിറാമിൽ നിന്നും അതുപോലെ തന്നെ റസൂലുള്ളാഹിയുടെ ഭാര്യമാരിൽ നിന്നും ഇത്തരം വിഷയങ്ങളൊക്കെ വന്നു എന്ന് പറയുമ്പം, ഇത്തരം അധ്യാപനങ്ങൾ വരുന്നതിന്റെ മുമ്പാണ്. വന്നതിന്റെ ശേഷം അവരുടെ ഒന്നും നാക്കു മലിനമാകില്ല. തെറ്റാണെന്ന് പറയുന്നതിന്റെ മുമ്പ്, തെറ്റാണെന്ന് പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് വന്നുപോയ കാര്യങ്ങൾ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ അടുത്തിരിക്കുമ്പോ അതാ വരുന്ന ഒരു പാവപ്പെട്ട പെണ്ണ്. ആ പെണ്ണൊരൽപ്പം നീളം കുറവാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്ന് എന്തോ ചോദിക്കാനുണ്ടത് ചോദിച്ച് പഠിച്ച് തിരിച്ചു പോകുമ്പം ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബേ മാ അഖ്സറഹാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ആ പെണ്ണ് വളരെ നീളം കുറവാണല്ലേ. എത്രത്തോളം നീളം കുറവ്? തീരെ നീളമല്ലല്ലോ. നമ്മളൊക്കെ സാധാരണ പറയുന്നതല്ലേ, അവളൊരു കുള്ളത്തിയാലേ. ഇതേ രൂപത്തിലൊരു സംസാരം വന്നപ്പോഴേക്ക് ഹബീബിന്റെ മുഖം ചുവന്നു. ആയിഷ ബീവി പറയാൻ, എന്നിട്ട് എന്നോട് ചോദിക്കുന്നു, മോളെ ആയിഷ, നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് വല്ലാത്ത വാക്കാണ് ആയിഷ. നീ അവളെ ഇഷ്ടമില്ലാത്തത് പറഞ്ഞവളെ പരിഹസിക്കാൻ പാടില്ല. ഉടനെ തന്നെ പറഞ്ഞു, മാ ഖുൽതു ഇല്ലാ മാ ബിഹാ യാ ഹബീബല്ലാഹ്, നബിയേ, ഞാൻ ആ പെണ്ണിലില്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ പെണ്ണ് കുറച്ച് നീളം കുറവാണ്, അതല്ലേ പറഞ്ഞിട്ടുള്ളൂ. റസൂലുള്ളാഹി പറഞ്ഞു, നീ ആ പറഞ്ഞ കലിമത്തിന്റെ കടുപ്പം എന്താണെന്നറിയോ നീ? നബി തങ്ങൾ പറഞ്ഞു, തീർച്ചയാണ്, ലൗ മുസിജത് ബിമാഇൽ ബഹരി ലഅഖറതുഹു, സദഖ റസൂലുള്ളാഹി. നീ എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കുണ്ടല്ലോ, അവളൊരു കുള്ളത്തിയാണല്ലേ എന്ന് പറഞ്ഞ ഒരു വാക്ക്, ആ വാക്ക് കൊണ്ടുപോയി ഒരു മഹാസമുദ്രത്തിലേക്ക് അങ്ങിട്ടാൽ ആ സമുദ്രത്തെ മുഴുവനും ആ ഒരു കൊച്ചു വാക്ക് മലിനമാക്കിയിട്ടുണ്ടാകും. ആ സമുദ്രത്തിലെ വെള്ളം മുഴുവനും അശുദ്ധമായിട്ടുണ്ടാകും ആയിഷ എന്ന് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ ഒരു വാക്ക് സമുദ്രത്തിലെ വെള്ളത്തിലിട്ട് കലക്കിയാൽ ആ വെള്ളം മുഴുവനും അശുദ്ധമായി പോകും. എന്താണ് വിഷയം? നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന എന്തെല്ലാം നമ്മൾ പറയാല്ലേ? നമ്മളൊരാളെ പരിഹസിക്കുന്നതിന് വല്ല ഹദ്ദും ഹസ്റും വല്ല പരിധിയുമുണ്ടോ? വല്ല നിയന്ത്രണവുമുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു തരട്ടെ. പടച്ചോനെ, ഞങ്ങളെ നാക്കുകളെ നീ സലാമത്താക്കണേ അല്ലാ.
ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ, ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കുക, അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. പിന്നെ ബീവി ആയിഷയുടെ നാക്ക്, ആ പരിശുദ്ധമായ നാക്ക് ഇത്തരം വിഷയങ്ങളെ കൊണ്ടൊരിക്കലും മലിനമാവില്ല. കാരണം അവർക്കൊക്കെ ഈമാനുണ്ട്. ഒരു കാര്യം കേട്ടാൽ അപ്പടിയങ്ങ് നിൽക്കുകയാണ്, ജീവിതം അവിടെ തിരുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തും നമുക്കിത് കേട്ടു മനസ്സിലാക്കിയതിന്റെ ശേഷം തിരുത്താനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. സമ്പത്ത് കുറഞ്ഞതിന്റെ പേരിൽ ഒരു സഹോദരിയെ പരിഹസിക്കാൻ പറ്റുമോ? അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. ചിലപ്പോൾ അയൽക്കാരിയെ പരിഹസിച്ചിട്ടുണ്ടാവാം, അവൾക്ക് പണ്ടം കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ അവളുടെ ഭർത്താവിന് വരുമാനം കുറച്ച് കുറവാണ്, അവളുടെ മക്കളൊന്നും ഇവളുടെ മക്കളെത്തിയതുപോലെ വലിയ വലിയ ഗ്രേഡിൽ എത്തിയിട്ടില്ല. അപ്പൊ പരിഹസിക്കാൻ തോന്നിയേക്കാം. പരിഹസിച്ചു എന്ന് വെക്കുക. ഞാൻ പറയുന്നു, അത് പ്രസവ സമയത്ത് പഴയ കാലത്തൊക്കെ കുട്ടികളെ സ്വീകരിക്കുന്ന, നമ്മുടെയൊക്കെ വീട്ടിൽ പ്രസവം നടത്തിയിരുന്ന ഒരു പേറ്റിച്ചിയായ ഒരു ഉമ്മയെ പരിഹസിച്ചിരുന്നുവെങ്കിൽ പാടങ്ങോട്ട് പഠിക്കും. ഖുർആനാ പറയുന്നത്, അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. അങ്ങനെ ഒരു പേറ്റിച്ചിയായ ഒരു ഉമ്മയെ പരിഹസിച്ചിരുന്നു എന്ന് വെക്കുക. എന്നാൽ അത് ഏതുവരെ നീണ്ടു നിൽക്കും? ഇവള് പരിഹസിക്കുമ്പോ ഇവളെ മൂത്ത മോള്, ഈ ഉമ്മ മറ്റേ ഉമ്മയെ പരിഹസിക്കുമ്പോ, പാത്തുമ്മ താത്തയെ പരിഹസിക്കുമ്പോ, മൂത്ത മോള് അവള് 7 മാസം ഗർഭം തികഞ്ഞു നിൽക്കുകയാണ്, അല്ലെങ്കിൽ 9 തികഞ്ഞു നിൽക്കുന്നു, അങ്ങനെ തന്നെ വെച്ചോ. പരിഹസിച്ചു, 2-3 ദിവസം അങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ. അതാ പെട്ടെന്ന് ഇവൾക്ക് വേദന വരുമ്പോ പാത്തുമ്മത്താത്തനെ വിളിക്കണം അയൽക്കാരി. വിളിക്കുമ്പം പകരം വീട്ടണമെന്ന് പാത്തുമ്മത്താത്തയുടെ മനസ്സിലുമുണ്ടെങ്കിൽ ശരിക്ക് പാഠം പഠിക്കും. നിന്റെ വീട്ടിൽ ഒരു 10 ആളിലധികം വരുന്നു, ഒരു സൽക്കാര പാർട്ടി ഉണ്ടെങ്കിൽ നിന്റെ തൊട്ടടുത്ത അയൽക്കാരിയായ ആയിഷത്താത്ത ഓടി വന്നിട്ടാണ് അതൊക്കെ റെഡിയാക്കൽ. നിനക്ക് പണ്ടമുണ്ട്, ശരിയാണ്, നീ ഉള്ളയിടത്തുനിന്ന് വന്നതാണ്, അതൊക്കെ ശരി തന്നെയാണ്, തറവാട്ടുകാരിയാണ്. പക്ഷേ 10 ആള് നിന്റെ വീട്ടിൽ സൽക്കാരത്തിനെത്തിയാൽ ആ സൽക്കാര പാർട്ടി ഒരുക്കണമെങ്കിൽ ഈ ഒന്നുമില്ലാത്ത ആയിഷത്താത്ത ഇല്ലാതെ നിനക്ക് നടക്കില്ലേ? എന്നാൽ ഒരു സമയത്തും കുളിക്കടവിലിട്ടോ ഏതെങ്കിലും വേദികളിൽ വെച്ച് നീ നിന്റെ അയൽക്കാരിയെ പരിഹസിക്കാൻ പാടില്ല. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. വിശുദ്ധ ഖുർആനിന്റെ താക്കീതാണ്. ചെയ്യണ്ട, അപകടം വരും. അപകടം വന്ന് പിണയുമ്പോൾ പിന്നെ വിരൽ കടിച്ചിട്ട് കാര്യമുണ്ടാവില്ല. ലാ വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. നോക്ക് നിങ്ങൾ, അത് കഴിഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, പിന്നെയും തുടരുകയാണ്, വലാ തൽമിസൂ അൻഫുസകും വലാ തൽമിസൂ അൻഫുസകും. ഇല്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരെ, സ്വന്തം വർഗത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. നിങ്ങളുടെ സ്വന്തം ശരീരത്തെ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ ആരും തെറി പറയൂല. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, കൂട്ടുകാരെ കുത്തുവാക്ക് പറയരുതെന്നാണ് ഈ പറഞ്ഞത്. അതിനാ അംഫുസക്കും എന്ന് പറയാനുള്ള കാരണം തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരോടൊരു സ്നേഹം തോന്നിപ്പിക്കാനാണ്. നിങ്ങൾ വിചാരിക്കും അത് അപരനല്ലേ എന്ന്, എന്റെ അയൽക്കാരനെ അല്ലേ എന്ന്, എന്റെ ജ്യേഷ്ഠനല്ലേ, എന്റെ അനുജനല്ലേ? അല്ല മോനെ, അവന്റെ ബോഡി നിന്റെ ബോഡിയാണ്, അവന്റെ വീട് നിന്റെ വീടാണ്, നിന്റെ വീട് അവന്റെ വീടാണ്. ഈ ഒരു മെന്റാലിറ്റിയിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് നീ എത്തണം. നീ അവനെ കുത്തുവാക്ക് പറഞ്ഞാൽ അർത്ഥത്തിൽ നീ പറയുന്നത് നിന്നെ തന്നെയാണ്. വലാ തൽമിസൂ അൻഫുസകും. നിങ്ങളെല്ലാം ഒരു ഉമ്മത്തിലെ മെമ്പർമാരാകുമ്പം നിങ്ങൾ ഒരേ ശരീരം പോലെ നിൽക്കേണ്ടവരാണ്. ഹദീസിൽ ഇത് പ്രത്യേകം പഠിപ്പിച്ചത് കാണാം. മുസ്ലിമീങ്ങൾ ഒരൊറ്റ ശരീരം പോലെയാണ്. അതിൽ തലവേദന എടുത്താൽ മറ്റെല്ലാ അവയവങ്ങൾക്കും ക്ഷീണമുണ്ടാകും. പല്ലുവേദനയാണ്, അതിന്റെ ദുഃഖം എന്റെ മുഖത്ത് കാണും, എന്റെ ശരീരത്തിൽ അതിൻ്റെതായ ക്ഷീണങ്ങൾ കാണും. കൈയാണ് വേദനിക്കുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല, ആ വേദന നിങ്ങൾ എന്റെ മുഖത്ത് കാണും. അത് ചിലപ്പോൾ നിങ്ങൾ എന്റെ വായിലൂടെ കേൾക്കും, ചിലപ്പോൾ എന്റെ ശരീരത്തിലെല്ലാം നിങ്ങൾ അതിന്റെ ക്ഷീണം കാണും. ഏതെങ്കിലും ഒരവയവം രോഗിയായാൽ മുഴുവൻ അവയവങ്ങളും
അതിന് പിന്തുണ പ്രഖ്യാപിച്ച് അതാ ക്ഷീണിക്കുന്നത് പോലെ മുഅ്മിനീങ്ങളെ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വിഷമം വന്നാൽ നിങ്ങൾ മൊത്തം ആ കാര്യത്തിൽ വേദനിക്കണമെന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാം നമ്മളോട് പറയുന്നു, വലാ തൽമിസു അൻഫുസകും, നിങ്ങളുടെ സ്വന്തം വർഗത്തിലുള്ള നിങ്ങളെ കൂട്ടുകാരെ നിങ്ങൾ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കരുതേ. അവരുടെ ഐബുകൾ തെരഞ്ഞു നടന്ന് അവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കരുത്. വലാ തനാബസൂ ബിൽ അൽഖാബ്, മാത്രമല്ല ടൈറ്റൽ നാമങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ അഭിസംബോധനം ചെയ്യാൻ പാടില്ല. ടൈറ്റൽ നാമങ്ങൾ വിളിച്ച് അഭിസംബോധനം ചെയ്യരുത്. ഞാൻ പ്രത്യേകം പറയുന്നു, ഓരോ സ്ഥലത്തും പ്രാദേശികമായ വലിയ ഒരു ദുരന്തമാണിത്. ഓരോ നാട്ടുകാരും ഈ കാര്യത്തിൽ നന്നാവേണ്ടതുണ്ട്. എന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഇതിന് ഗുണപാഠമില്ലാത്ത ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല. കാരണം എല്ലാവരും ഈ പണിയെടുക്കുന്നവരായിരിക്കും. ഉമ്മി ഉപ്പി ഇട്ടതല്ലാത്ത സെക്കൻഡ് നാമങ്ങൾ, സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ ഉണ്ടാകും. അത് നമ്മുടെ സാമർഥ്യം പോലെയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ചീത്തപ്പേരുകൾ. ആ ചീത്തപ്പേരുകളിൽ അവൻ അഭിസംബോധനം ചെയ്യാൻ പാടില്ല. ഖുർആൻ ഇത് പറയുന്നത്, നിങ്ങൾ കള്ളു കുടിക്കരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഗൗരവമുണ്ട്. നിങ്ങൾ പലിശയുമായി ബന്ധപ്പെടരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വ്യഭിചരിക്കരുത്, വ്യഭിചാരവുമായി അടുക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ഗൗരവത്തിൽ തന്നെ ഒരു വിലക്കല്ലേ, വലാ തനാബസൂ ബിൽ അൽഖാബ്, നിങ്ങൾ കൂട്ടുകാരെ ചീത്തപ്പേരുകളിൽ അഭിസംബോധനം ചെയ്യരുത്. ചില നാടുകളിൽ ഉണ്ടാകും അങ്ങനെ കുറെ മനുഷ്യന്മാർ, കുറെ ജന്തുക്കളുടെയും വസ്തുക്കളുടെയും ഒക്കെ നാമങ്ങളായിരിക്കും അവരുടെ നാമങ്ങൾ, അല്ലേ? എങ്ങനെ ചോദിച്ചാലും അലവിക്കാക്ക എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ എങ്ങനെ പരിചയപ്പെടുത്തിയാലും കിട്ടൂല. എന്താ കാരണം? ഇയാളെ നാട്ടിലറിയാ പെരിച്ചായി അൽബി എന്നാ. പെരിച്ചായി അലവി എന്ന് പറഞ്ഞെങ്കിലേ സംഗതി തിരിയുള്ളൂ. എന്താ ഇപ്പൊ ചെയ്യാ? ഇതൊരു വല്ലാത്ത ദുരന്തല്ലേ. ആരാണിതുണ്ടാക്കി തീർത്തത്? ഇത് ഇട്ടവനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ഈ പേര് ഇട്ടൊരു കക്ഷി ഉണ്ടാവും. ചില നാട്ടിലൊക്കെ ഉണ്ടാവും അങ്ങനെ സെക്കൻഡ് പേര് ഇടാനായിട്ട് നിൽക്കുന്നവർ. എന്റെ സദസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിച്ചോ, നിങ്ങൾക്ക് തുമ്മലൊന്നും തീരൂല. അതുകൊണ്ട് ഒരിക്കലും ഇത്തരം പേരുകൾ വിളിക്കാൻ പാടില്ല. ഇത്തരം പേരുകൾ നമ്മൾ വിളിക്കാൻ പാടില്ല. കാരണം അത് വലിയ വിഷയമാണ്. ഇങ്ങനെ വിളിക്കാൻ പാടില്ല. പല നാടുകളിലും നാം ചെന്ന് പലരെയും പരിചയപ്പെടുത്തുമ്പം വളരെ വിഷമിക്കും. കാരണം ഇത്തരം പേരുകൾ തന്നെ വിളിച്ച്, ഈ തരത്തിലുള്ള പേരുകൾ തന്നെ വിളിച്ച് അവരതിൽ പ്രസിദ്ധമായി കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തു ചെയ്യും? ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഖസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അതിന് പരിഹാരം പറഞ്ഞിട്ടുണ്ട്. ഒരാളെ പറ്റി ഒരു നാട്ടിൽ ചെന്ന് എങ്ങനെ പരിചയപ്പെടുത്തിയാലും കിട്ടൂല. അതേസമയം നല്ല നല്ല ഓമന പേരുകൾ ഉണ്ടാവട്ടോ. ഉദാഹരണം കുഞ്ഞാപ്പു, ബിച്ചാപ്പു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും അറിയപ്പെടാറുണ്ട്. അതിനല്ല ഈ കുഴപ്പം പറയുന്നത്. ചീത്തപ്പേരുകളില് ഒരിക്കലും നിങ്ങൾ കൂട്ടുകാരെ അഭിസംബോധനം ചെയ്യാൻ പാടില്ല. ഇങ്ങനെ പെരുച്ചായിയും കുറുക്കനും, തിമീങ്കലം പോക്കരും, ഒരാളുടെ പേരാ തിമീങ്കലം പോക്കര്, കുറച്ച് തടി കൂടുതലാ. അപ്പൊ അയാൾക്ക് പേര് കൊടുത്താ തിമീങ്കലം പോക്കരാക്കാന്ന്. എന്താ ചെയ്യാ? ഇതൊക്കെ ഇട്ടവന് പിന്നെ കാലാകാലം ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അതങ്ങനെ നാട്ടിലങ്ങോട്ട് പ്രചരിച്ചു. ആലോചിച്ച് നോക്കണം. എങ്ങനെ പറഞ്ഞാലും ഈ പോക്കരാക്കാനെ പറഞ്ഞാൽ മനസ്സിലാവൂല. തിമിംഗലം എന്ന് പറയണ്ട, തിമിംഗ എന്ന് പറഞ്ഞാൽ മതി. അപ്പോഴേക്ക് ആളുകൾ ശരി തിമിംഗലം പോക്കരാക്കാനാണോ എന്നാ അങ്ങനെ ചോദിക്കണ്ടേന്ന്. അങ്ങനെ ചോദിക്കണ്ടേ? അപ്പോഴല്ലേ നമുക്ക് ആളറിയുള്ളൂ. ഇങ്ങനെ ഒരു ഘട്ടത്തിലെത്തിയ കുടുങ്ങിയ ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാത്ത നിലക്ക് തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തണം. തിരിയുന്നില്ലെങ്കിൽ ഇമാം ഗസാലി പറഞ്ഞു, പഠിച്ചോനെ ഞാനിതിന് ആളല്ലട്ടോ എന്നുള്ള മനസ്ഥിതിയോടുകൂടി ഇയാളെ നാട്ടിൽ വന്ന് അന്വേഷിച്ചിട്ട് കിട്ടണില്ല, എനിക്കറിയാം ഇയാളുടെ ടൈറ്റിൽ നാമം. അപ്പൊ ലാസ്റ്റ് ഘട്ടത്തിൽ പറയുന്നു, അയാളെ ജനങ്ങളൊക്കെ എങ്ങനെ ആ വിളിക്കല് എന്ന് പറഞ്ഞിട്ടൊന്ന് വേണമെങ്കിൽ ചോദിക്കാം. കാരണം ആളെ പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. നോക്ക് നിങ്ങൾ, ഈ ഒരവസ്ഥ നാട്ടിലുണ്ടായിത്തീരുന്നത് നമ്മൾ സൂക്ഷിക്കണം. നമ്മളെ കൊണ്ടൊരാൾക്ക് ചീത്തപ്പേര് കൊടുക്കരുത്. ചെറിയ കാരണങ്ങളായിരിക്കാം ചീത്തപ്പേര് വരാൻ കാരണം, ചെറിയ കേസുകൾ. വലിയ വലിയ കാരണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ചെറിയ കാരണങ്ങളുടെ പേരിൽ ആ പേരുകൾ നിലനിന്നേക്കാം. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ദുശ്ശീലങ്ങളിൽ നിന്ന് നാം മാറി നിന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ സലാമത്താകില്ല. വലാ തനാബസൂ ബിൽ അൽഖാബ്, നിങ്ങൾ ചീത്തപ്പേരുകൾ വിളിക്കരുത് കേട്ടോ. ആരെയും നിങ്ങൾ ചീത്തപ്പേരുകളിൽ അഭിസംബോധനം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അല്ലാഹു പറയുന്നു, ഇന്ന വലാ തനാബസൂ ബിൽ അൽഖാബ്,
ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. ബിഇസൽ ഇസ്ം, എത്ര മോശപ്പെട്ട പേരാണ് അൽ ഫുസൂഖു. ഇത്തരം തമ്മാടിത്തം പേരുകൾ, ഇത്തരം വൃത്തികെട്ട നാമങ്ങൾ എത്ര മോശമാണ്. ബഅദൽ ഈമാൻ, മൂമിനായതിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ മൂമിനായ ഒരു മനുഷ്യനെ ഇത്തരം പേരുകൾ വിളിക്കുന്നത് എത്ര മോശം. അല്ലെങ്കിൽ വിശ്വാസിയായതിന്റെ ശേഷം നിന്റെ നാക്കിലൂടെ ഇത്തരം എരപ്പ് പിടിച്ച വാക്കുകൾ വരാൻ പറ്റുമോ? ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. വിശ്വാസി, നിന്റെ നാക്കിലൂടെ ഇത്തരം വൃത്തികെട്ട പേരുകൾ വരരുതേ. അല്ലാഹു താക്കീത് ചെയ്യുന്നു. എന്നിട്ടല്ല പറയുന്നു, ഇത്തരം ദുശ്ശീലങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതിൽ നിന്ന് തൗബയുടെ മനസ്സുണ്ടോ അവർക്ക് രക്ഷപ്പെടാം. തൗബയുടെ മനസ്സില്ലേ? ഉള്ളു തുറന്ന് പടച്ചറബിനോട് തൗബ ചെയ്തിട്ടില്ലേ? ലുലായിക ഹുമുൽ ളാലിമൂൻ, അവരക്രമികൾ തന്നെ. ഖുർആൻ പറയുന്നു. എത്ര സുന്ദരമായ നിർദ്ദേശങ്ങളാണ് ഈ സുദീർഘമായ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞത്. ഈ കാലഘട്ടത്തിന്റെ മനുഷ്യൻ, ഇന്നിന്റെ മനുഷ്യൻ ഇതിനൊന്ന് ചെവി കൊടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അവൻ ഒരുപാട് ആത്മീയമായി ഉയരുമായിരുന്നു. പരിഹാസങ്ങളും തെറിപൂരങ്ങളും മാത്രം ശീലിച്ച, അതൊരു ഹോബിയാക്കി മാറ്റിയ ജനവിഭാഗത്തിന് വലിയൊരു മാറ്റമുണ്ടാകുമായിരുന്നു. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിക്കണം, ചെവി കൊടുക്കേണ്ടതുപോലെ ചെവി കൊടുക്കണം. അവർക്കിടയിലുള്ള മുഴുവൻ രോഗങ്ങളും, മാനസികമായി വിശ്വാസികൾ അകലാനുള്ള രോഗങ്ങൾ എന്താണോ ആ രോഗങ്ങൾക്കൊക്കെയുള്ള സമ്പൂർണ്ണ ചികിത്സ ഈ ഒരൊറ്റ ആയത്തിലുണ്ട്. അല്ല, ഈ അധ്യായത്തിലൂടെ അത് സമ്പൂർണമായി ലഭിക്കുന്നുണ്ട്. എന്നാൽ അറിയാതെ സംഭവിച്ചത് സംഭവിച്ചു പോയി. തൗബ ചെയ്തു മടങ്ങുക. തൗബയുടെ മനസ്സുണ്ടോ രക്ഷയുണ്ട്. ഈ ശക്തമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഇതൊക്കെ കേട്ടിട്ടും, ഇത് കേട്ടതിന്റെ ശേഷവും ഇത്തരം ദുശ്ശീലങ്ങളുമായി പൊരുത്തപ്പെടാനാണോ നിന്റെ ഒരുക്കം? പൊരുത്തപ്പെടാനാണോ ഒരുക്കം? എന്നാ കേട്ടോ, അല്ലാഹു പറയുന്നു, വമല്ലം യതുബ് ഫൗലായിക ഹുമുൽ ളാലിമൂൻ. ഇനിയും പക്ഷാതാപത്തിന്റെ മനസ്സ് വരുന്നില്ലേ? പഠിച്ചവനെ, ഞാൻ എത്ര മനുഷ്യന്മാരുടെ ചീത്തപ്പേര് വിളിച്ചു, ഞാൻ എത്ര മനുഷ്യന്മാരെയാണ് തെറി പറഞ്ഞത്, ഞാൻ എത്ര മനുഷ്യന്മാരെയാണ് പരിഹസിച്ചത്. അത് ഞാൻ ആദരിക്കപ്പെടുന്ന വേദികളിൽ വെച്ച് പരിഹസിച്ചിട്ടുണ്ട്. പറയാൻ പാടില്ലാത്തത് പലതും പറഞ്ഞിട്ടുണ്ട്. എന്ന നിലക്ക് ഒരു ചെറിയ കുറ്റബോധം വന്നാൽ രക്ഷപ്പെട്ടില്ലേ? ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ പറയുന്നു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നാളെ പരലോകത്ത് ഓരോ മനുഷ്യന്റെയും കയ്യിൽ അവന്റെ കർമ്മരേഖ അങ്ങ് കൊടുക്കുമ്പോ ആ കർമ്മരേഖ, ആ കിതാബ് ഇങ്ങനെ മലർത്തിപ്പിടിച്ചിട്ട് അത് തുറന്നു നോക്കുമ്പോ, പടച്ചോനെ, ഞാൻ എന്റെ നാട്ടിലെ എന്റെ അയൽക്കാരനെ ചീത്തപ്പേര് വിളിച്ചത് ഇതിലുണ്ട്, ഞാൻ ഗീബത്ത് പറഞ്ഞത് ഇതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല, നമീമത്ത് വിട്ടുപോയിട്ടില്ല, പരിഹാസ ചുവയുള്ള ഒരു വാക്കുപോലും ഇതിലുണ്ട്. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എത്ര സമഗ്രമായ ഗ്രന്ഥമാണിത്. ഞാൻ ചെയ്ത ചെറുതോ വലുതോ ആയ ഒരു വേണ്ടാത്തരവും വിട്ടുപോയിട്ടില്ലല്ലോ, എല്ലാം കൃത്യമായി തപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് പറയുന്നു, ഇവിടെ ചെറുതും വലുതും എന്ന് പറഞ്ഞു. ലാ സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഏതാണ് ഈ സഗീറത്ത്? ഇന്ന സഗീറത തബസ്സുമു ബിൽ ഇസ്തിഹ്സാഇ ബിൽ മുഅ്മിൻ വൽ കബീറതൽ ഖഹ്ഖഹതു ബിദാലിക്. മഹാനവറുകൾ പറയുന്നു, ഒരാളെ പരിഹസിച്ചുകൊണ്ടൊന്ന് പുഞ്ചിരിച്ചത്, അതാണ് ഈ സഗീറത്ത്, വിട്ടുപോകൂല എന്ന് പറഞ്ഞത്. ഒരാളെ പരിഹസിച്ച് കൊക്കിച്ചിരിച്ചത് അല്ലേ? അത് രാവിലെ തന്നെ വീഡിയോ വന്നപ്പോ ഒരാൾ പത്രവാർത്ത വായിക്കുന്നു, എന്നിട്ട് പറയുന്നു, എനക്കറിയോ മറ്റേ മൂപ്പര കഥ എന്ന് പറയുമ്പോ ഇയാളിങ്ങനെ കൊക്കി ചിരിക്കുക. ഇത് വന്തോഷമാണ്, ഇത് കബീറത്താണ്. അല്ല, ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല, ഇയാളെ മനസ്സ് സന്തോഷിച്ചുകൊണ്ട്, അതിലയാളുടെ ചുണ്ടിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അത് കേട്ടപ്പോ അയാൾക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. ഒരു പുഞ്ചിരിങ്ങനെ വിടർന്നു, അത്രേ ഉള്ളൂ, ചിരിച്ചിട്ടില്ല, പല്ലു കണ്ടിട്ടില്ല. അത്തബസ്സുമു ബിൽ ഇസ്തിഹ്സാഇ ബിൽ മുഅ്മിൻ. ഒരു വിശ്വാസിയെ പരിഹസിച്ച് പുഞ്ചിരിച്ചത്, ഒരു വിശ്വാസിയെ പരിഹസിച്ച് കൊക്കി ചിരിച്ചത്, ഇതൊക്കെ ചെറുതും വലുതുമായ പാപങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രത്യേകം അതാണ്. അപ്പൊ പരിഹാസ ചുവയുള്ള മുഴുവൻ വാക്കുകളും നാളെ റബ്ബ് നിങ്ങളുടെ കിതാബിൽ ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട്, നാളെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ കുട്ടിയെയും പരിഹസിക്കരുത്.
പരിഹാസ ചുവയുള്ള മുഴുവൻ കാര്യവും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ശക്തമായ ഭാഷയിൽ വിലക്കിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. എന്താണത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു സുംഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നഹു ഖാൽ, മഹാനവറുകൾ പറയുന്നു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖ്തുബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നബി തങ്ങൾ ഒരു ദിവസം ഖുതുബയിലൂടെ ഉത്ബോധിപ്പിച്ച വലിയ കാര്യം എന്താണെന്നറിയോ നിങ്ങൾ? ഫവഅലഹും ഫീ ലഹ്കിഹിം മിനൽ ളർത ഫഖാല അലാ മാ യദ്ഹകു അഹദുകും മിമ്മാ യഫഅൽ സദഖ റസൂലുള്ളാഹി. നബി തങ്ങൾ ഒരു ദിവസം മിമ്പറിൽ കയറി വളരെ ഗൗരവസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ജനങ്ങൾക്കൊക്കെ ഒരു പതിവുണ്ടായിരുന്നു, ഇപ്പോഴും സ്വാഭാവികമായിട്ടൊക്കെ ഉണ്ടാകുന്നതാണ്. എന്ത്? ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ കീവായു ഇട്ടാൽ, ഇതൊരു ചെറിയ കേസാണ്, അത് കേട്ടാൽ ചിരിക്കും. ഇത് കേട്ടാൽ ചിരിക്കും. ഒരു സദസ്സിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചിരി വന്നു. അപ്പൊ അങ്ങനെ ഒരാളിൽ നിന്ന് കീവായു വന്നു പോയാൽ, കീവായുവിന്റെ ശബ്ദം കേട്ടിട്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, അലാമ യദ്ഹകു അഹദുകും മിമ്മാ യഫ്അൽ. കീവായു പോയതിന്റെ പേരിൽ ചിരിക്കുന്ന ജനതയെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് നബി ചോദിക്കുകയാണ്, അലാമ യദ്ഹകു അഹദുകും മിമ്മാ യഫ്അൽ. നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി, അതിൽ കളിയാക്കി നിങ്ങൾ എന്തിന് ചിരിക്കണമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഇപ്പൊ സ്വാഭാവികല്ലേ? നമ്മൾ വിടുവോ? ഇത്തരം കേസുകളൊക്കെ ഉണ്ടായ ഒരാൾ മജ്ലിസിൽ നിന്നെങ്ങാനും പ്രത്യേകിച്ച് ജുമാക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന ടൈമാണെങ്കിൽ അവിടുന്ന് ഇങ്ങനെ ഒരു വാസനയോ ഒരു ശബ്ദമൊക്കെ കേട്ടാൽ അയാൾ പിന്നെ ഒന്നും കൂടെ എടുക്കാതെ അവിടെ ഇരിക്കേണ്ടി വരും. എണീച്ചു പോയാൽ ഉറപ്പാണ്. എണീച്ചു പോയാൽ കക്ഷിനെ തിരിയല്ലോ. ഇയാൾക്ക് നേരെ എല്ലാവരും ചിരിക്കുന്ന ഉറപ്പാണ്. റസൂലുള്ളാഹി തങ്ങൾ അതൊക്കെ ഒരു വിശ്വാസിയുടെ സാധാ വിഷയങ്ങളാണ്. നിങ്ങൾ എന്തിനതിലൊക്കെ ചിരിക്കണം? ഇതിനൊക്കെ കളിയാക്കി ചിരിക്കാൻ മാത്രമേ നിങ്ങളുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, നബി തങ്ങൾ പറഞ്ഞു, മനുഷ്യരെ പരിഹസിക്കുന്ന, വെറുതെ മനുഷ്യരെ കളിയാക്കുന്നത് ഒരു ഹോബിയാക്കിയ സഹോദരിമാരോടും സഹോദരന്മാരോടും റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇന്നൽ മുസ്തഹ്സിഈന ബിന്നാസി യുഫ്തഹു ലി അഹദിഹിം ബാബും മിനൽ ജന്നാ. ജനങ്ങളെ പരിഹസിക്കുന്ന ആളുകളില്ലേ, അവർക്ക് നാളെ അല്ലാഹു സ്വർഗത്തിൽ നിന്നൊരു വാതിൽ തുറന്നു കൊടുക്കും നരകത്തിലേക്ക്. സ്വർഗത്തിൽ നിന്നൊരു വാതിൽ തുറന്നു കൊടുക്കും. ഇവർ പരിഹസിക്കപ്പെട്ട ആളുകൾ, അവര് സ്വർഗത്തിലാണ്, പരിഹസിച്ച ഇവർ നരകത്തിലാണ്. അപ്പൊ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്നൊരു വാതിൽ നരകത്തിലേക്കങ്ങ് തുറന്നു കൊടുക്കും. എന്നിട്ട് ഇവരെ വിളിക്കും, ഫയുഖാലു ഹലുമ്മ ഹലുമ്മ, വാ 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 എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ ഇവൻ ഓടി വരും. ഫയജീഉ ബികർബിഹി വഗമ്മിഹി. കാരണം ശക്തമായ തീയിൽ കിടന്നുകൊണ്ട് കത്തുകയാണല്ലോ, ശക്തമായ തീയിൽ നിന്നുകൊണ്ട് കത്തുകയാണ്. അപ്പോൾ ഇവൻ ഓടി ഓടി വരികയാണ്. തീയ് ഓടി വരുന്ന സമയത്ത് ഹദീസുകളിൽ കാണാം, മലയോളം വലുപ്പത്തിൽ വലിയ വലിയ തീയുണ്ടകൾ ഇവന്റെ ശരീരത്തിൽ നിന്നിങ്ങനെ പറന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഓടി ഇങ്ങ് വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വാതിലിലെത്തി, സ്വർഗത്തിന്റെ വാതിലെത്തുന്നു. ഈ സുഖം കണ്ട അവൻ ഓടി വരുന്നതെടാ, ഇവിടെ കയറിയിരിക്കാൻ ഒരു ഇടം തരാം എന്ന് പറഞ്ഞാ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഓടി വരുന്നു. ഓടി വന്ന് റൂമിലേക്ക്, ഈ സ്വർഗത്തിന്റെ വാതിലിലേക്ക് ഇങ്ങ് അടുക്കാനാകുമ്പോ ഫൈദാ അതാഹു ഖുലിക ദൂനഹു, അതാ സ്വർഗത്തിന്റെ വാതിൽ, ആ വാതിൽ അങ്ങോട്ട് അടച്ചു പൂട്ടുകയാണ്. അത് ഉടനെ തന്നെ അടച്ചു കളഞ്ഞു. ആ വാതിൽ ഉടനെ തന്നെ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇവൻ ഓടി വന്നു. അവൻ നരകത്തെ കാക്കുന്ന മലക്കുകൾ ഇവൻ ഒരൊറ്റ തട്ടാണ്. അങ്ങനെ അവൻ നരകത്തിന്റെ നടുവിലേക്ക് തന്നെ വീണ്ടും പോകും. വീണ്ടും ഇവിടെ വാതിൽ തുറന്നു വെച്ചിട്ട് വിളിക്കും, ഫമായസാലു കദാലിക്. അങ്ങനെ അവനിങ്ങനെ വരിക പോവുക, സ്വർഗത്തിലേക്ക് കടക്കാൻ കൂടൂല. ദുനിയാവിൽ ഇവനെ കളിയാക്കിയതിന് പകരം നാളെ പരിഹസിക്കുകയാണ്, പരലോകത്ത് ഇവനെ തിരിച്ച് കളിയാക്കുകയാണ്, കടത്താൻ വേണ്ടിയല്ല. അങ്ങനെ എത്രത്തോളം എന്നറിയോ? ഹത്താ ഇന്ന റജുല യുഫ്തഹു ലഹുൽ ബാബ് ഫയുഖാലു ലഹു ഹലുമ്മ ഹലുമ്മ ഫലാ യഅതി സദഖത യാ റസൂലല്ലാഹ്. നബിയേ, സാധുക്കളായ ഞങ്ങള്
ഈ കലിമത്ത് കേട്ട് അങ്ങേറ്റം ഭയക്കുന്നുണ്ട്. റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനേ. ജീവിതത്തിൽ ആരെങ്കിലും പരിഹസിച്ചു പോകുന്നതിനെ തൊട്ട് ഞങ്ങളുടെ നാക്കിനെ നീ നിയന്ത്രിക്കണേ റഹ്മാനേ.